കുറേ നാളുകൾക്ക് ശേഷം ഒരു വ്യാഴാഴ്ച ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. വ്യാഴാഴ്ച ചേട്ടനും ഉച്ചവരെയാണല്ലോ ഡ്യൂട്ടി ഉള്ളത്. പിന്നെ വെള്ളിയാഴ്ച ലീവ്, വെള്ളിയും ശനിയും മക്കൾക്ക് ലീവാണ്. അങ്ങനെയുള്ള അപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ചയാണ് ഞങ്ങൾ വല്ല എന്താ പറയുക പുറത്ത് പാർട്ടി ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒത്തുകൂടുക. കാരണം വെള്ളിയാഴ്ച അപ്പോൾ പിന്നെ നമുക്ക് വന്നിട്ട് സുഖമായി കിടന്ന് ഉറങ്ങാമല്ലോ. കാരണം വ്യാഴാഴ്ച ഞങ്ങൾ ഒത്തുകൂടി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വെളുപ്പിനൊക്കെ ആയിരിക്കും പോരുക. പിന്നെ വെള്ളിയാഴ്ച അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവാണ്, അസ്കറിക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ അസ്കറിക്ക് പോവാൻ പോവുകയാണ്. രാത്രി ടൈമിൽ ഇത്തിരി പാർട്ടി. കുറേ നാളായി എല്ലാവരും രാത്രി ഒന്ന് കൂടിയിട്ട് അപ്പോൾ നമ്മൾ അസ്കറിക്ക് പോകണം. നമ്മൾ 2-3 പ്രാവശ്യം ഇതുപോലെ കൂടിയിട്ടുണ്ട്, അസ്കറിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അസ്കറിക്ക് പോവാണ്. അപ്പോൾ നമ്മളവിടെ ഫുഡൊക്കെ ഉണ്ടാക്കും, മീനൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒബിച്ചേട്ടനെ എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ സിത്രയ്ക്ക് പോവാണ്. ചിത്രയെന്ന് ഒബിച്ചേട്ടനോട് ഒബിച്ചേട്ടൻ കുറച്ച് നേരമായി അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നത്, ചൂണ്ടിയും സാധനങ്ങളും ഒക്കെ ആയിട്ട് സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ ലേറ്റായി കുറച്ച്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഭാവിക്ക് നല്ല ജലദോഷമുണ്ട്. ഇവിടെ വിൻ്റർ തുടങ്ങി, നല്ല മഞ്ഞ് ഇതൊക്കെ തുടങ്ങി. ഭാവിക്ക് നല്ല കോൾഡ് ഉണ്ട്. വീട്ടിൽ ചിത്രം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കറി കയറിപ്പോഴല്ലേ കൂടിയത്. അല്ലെങ്കിൽ ഞാൻ വല്ല മരുന്ന് കൊടുക്കാനായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോവാണ്. പിന്നെ പോയിട്ട് നമ്മൾ നാളെ വെള്ളിയാഴ്ച നാളെ വാവര സ്കൂളിൽ PTA മീറ്റിംഗ് ആണ് അല്ല, അതാ രണ്ടും തന്നെയാണ്. 10:30 തൊട്ട് 11 മണി വരെ നമുക്ക് ടൈം കിട്ടിയിരിക്കണത്. അപ്പം അതിനുള്ളിൽ നമുക്ക് വന്ന് റെഡി ആയിട്ടൊക്കെ വേണം പോവാനായിട്ട് അല്ലേ. അതെ, നാളെ ബാലഭാരതി പോകാൻ പറ്റില്ല, അത് കാരണം സ്കൂളിൽ പോകേണ്ട കാരണം. അപ്പോൾ നമ്മളങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഫാമിലിയുണ്ട്, ചേച്ചിയുടെ ഫാമിലിയുണ്ട്, രാഹുലേട്ടൻ്റെ ഫാമിലിയുണ്ട്, പിന്നെ അമ്മാവനും മക്കളുണ്ട്, പിന്നെ ചേച്ചിയുടെ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഒപ്പിച്ചാടുന്നുണ്ട്. അപ്പോൾ പിന്നെന്താ, ഇപ്പം എത്ര മണി സമയം? 8:30 കഴിഞ്ഞു. പിന്നെ അഖില ഫാമിലി ഉണ്ട്, ഞാൻ പറഞ്ഞു അഖില ഫാമിലി ഉണ്ട്. അഖില ജോലി കഴിഞ്ഞ് വരാൻ ലേറ്റ് ആവും, 9 മണി ഒക്കെ കഴിയും അവൾ വീട്ടിലെത്താനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ വീട്ടിലെത്തി റെഡി ആയിട്ടൊക്കെ വേണ്ട വരാനായിട്ട്. അഖിലയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവും, അഖിലയുടെ ബ്രദർ അഖിലും, പിന്നെ ദിലീപും കൊച്ചും എല്ലാവരും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചാണ്. ഞങ്ങളും രാഹുലേൻ്റെ ഫാമിലിയൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ എത്തിയപ്പോൾ തന്നെ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ വേഗം ക്യാപ്പൊക്കെ വെച്ച് കൊടുത്ത് ഒക്കെ റെഡിയാക്കി ഞങ്ങൾ നിർത്തിയേക്കാണ്. അപ്പം ഒപ്പിച്ചേട്ടൻ്റെ കയ്യിലൊരു ചെറിയ ടെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ടെൻറ്റ് നിർത്താൻ നോക്കുകയാണ് കേട്ടോ ചേട്ടനും കൂടിയിട്ട്. ആ പിള്ളേരൊക്കെ അതിലിരുത്താലോ എന്ന് വെച്ചിട്ട്, കാറിൽ കുറേ നേരം ഇരുന്നാൽ പിള്ളേർക്ക് ആകെ ബോറടിക്കും. അപ്പോൾ പിന്നെ ടെൻറ്റിലാകുമ്പോൾ അവർ കളിച്ച് അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവർ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വയ്ക്കുകയാണ്. ഇതാകെ ഒരു വിജനമായ സ്ഥലമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ മാപ്പ് ഇട്ടാലടക്കം ഇത് കടലിലാണ് ഇതിൻ്റെ മാപ്പ് സ്ഥലം കാണിക്കുക. കാരണം കടൽ നികത്തി കാഞ്ഞിട്ട് ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കണത് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ അവിടെ വന്നിരുന്നപ്പോൾ അധികം പേരൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വന്നപ്പോൾ 2-3 കാറൊക്കെ അവിടെ എടുക്കണുണ്ടത് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ട്. ഫാമിലി അല്ലെന്ന് തോന്നുന്നു, കാരണം ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെ ആൾക്കാരൊന്നും അധികം പുറത്തേക്ക് കണ്ടില്ല. കാറുകൾ അവിടെ കിടക്കുന്നുണ്ട്, അവർ മീൻ പിടിക്കാൻ വന്ന ആൾക്കാരെന്ന് തോന്നുന്നു. അവിടെ കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ ആൾക്കാർ വരുമായിരിക്കും. എന്നാലും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അധികം ഫാമിലീസ് വന്നിട്ട് ഞങ്ങൾ അധികം കണ്ടിട്ടില്ല. നുറാനയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അസ്കറിൽ ഞങ്ങളങ്ങനെ ഫാമിലി വന്ന് ഇതുപോലെ രാത്രി ടെൻ്റ് അടിക്കാൻ തോന്നുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇത് 4-മത്തെയോ 3-മത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ നൈറ്റ് ഇങ്ങനെ വരുന്നത് ഇവിടേക്ക്. അത് 2 വണ്ടിയിൽ നടുക്ക് വയ്ക്കുന്ന വെച്ചാ 2 വണ്ടിയിൽ നടുക്ക് വയ്ക്കുന്ന ചേട്ടൻ്റെ എന്നാലൊരാട്ടം. സ്റ്റൂളങ്ങട്ടാ അതിന്റെ ഉള്ളിലേക്ക് വേണ്ട, പിള്ളേര് കളിച്ചിട്ട് അത് പോയാലോ വെള്ളം ബോട്ടില്. ഇപ്പൊ ടെന്റ് നിറഞ്ഞ സാധനങ്ങളുണ്ട്. എന്തിനാ പറക്കാണ്ടിരിക്കാനാ? പിള്ളേരെ കൊണ്ട് പറഞ്ഞു പോയില്ലോ. എവിടെ പിള്ളേരെ എവിടെ നോക്കട്ടെ, കാണിച്ചു പോയോ പിടി.
അടയ്ക്കണ്ട. ഇനിയിപ്പോ കുറച്ചു നേരം കഴിയുമ്പോ ദേ മണ്ണായല്ലോ ഇപ്പോളേ. അത് കാറ്റത്ത് പറഞ്ഞപ്പോളായതാ. എന്നിട്ടാണ് ഇതെല്ലാം കണ്ട് മലയാളികളെല്ലാം കണ്ടുപിടിച്ച് നമ്മളെ ട്രിക്കൊക്കെ ജസ്റ്റിൻ ബാർ ആർക്കും കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞ് പിടിപ്പിച്ചേക്കുന്ന ഇങ്ങനെ കോർക്കാം മീനെ അല്ലേ. എന്നിട്ട് പാട്ട് ഇത് തീർന്നിട്ടില്ലേ? എനിക്ക് ചട്ടി 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 കുട്ടിക്കുരങ്ങ കുട്ടിക്കാരങ്ങ കുട്ടിക്കുരങ്ങ കുട്ടി കുട്ടി തരങ്ങാൻ വാ. ഞാൻ പറയട്ടെ. ബ്രെഡ് ഇരട്ടെ. അപ്പൊ നമ്മള് ഞണ്ട് റോസ്റ്റ് കഴിക്കാണ്. ഒബിച്ചേട്ടൻ കാണിക്കും. ഒബിച്ചേട്ടൻ്റെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റ് ആണത്. ഞങ്ങൾ വന്ന് ഇത്തിരി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് ഒരു ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്കിത് തുടങ്ങിയത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്രില്ലിടാനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാനായിട്ട്. അതിനുള്ള സാധന ജംഗമവസ്തുക്കളൊന്നും എത്തിയിട്ടില്ല. തൽക്കാലം ശാന്തിക്ക് ഞങ്ങൾക്ക് ഈ ഫുഡ് അടിക്കും. അങ്ങനെ ചേച്ചിയൊക്കെ എത്തി. അപ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ നിരത്തി വെക്കുകയാണ്. ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാതും വെക്കുകയാണ്. നമുക്ക് വേണ്ട എന്താ പറയുക, ഉപ്പിട്ട് കർപ്പൂരം വരെ നമുക്ക് വേണമല്ലോ. അതുപോലെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. ബാക്കി ദോശയൊക്കെ ഉണ്ടാക്കണം നമ്മളപ്പോൾ. ദോശ ഉണ്ടാക്കാനുള്ള ഫ്രൈ പാനും ദോശമാവും അതിനൊക്കെയുള്ള എണ്ണയും പിന്നെ സാധനങ്ങളും അങ്ങനെ പിന്നെ നമുക്ക് വഴിയെ കാണാം ഞങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ എടുത്തു വയ്ക്കുകയാണ്. നല്ല കാറ്റും ഉണ്ട്. അഖിലും കൂട്ടരും ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയതാണ് ഗൈസ്. നമ്മളപ്പോൾ എത്താന്ന് പറഞ്ഞ ടീംസ് ഇപ്പോൾ എത്തിയത് 11 മണിക്കാണ്. അത് പോട്ടെ, നമുക്ക് ആദ്യം ഗ്രില്ല് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ, നമുക്ക് ചാർക്കോൾ സാധനങ്ങളൊക്കെ എത്തിക്കാൻ പറഞ്ഞാൽ അഖില അതിൻ്റെ ടീംസ് എത്തിയത് ഇപ്പം 11:30 ആയതുകൊണ്ട് നമുക്കത് കിട്ടിയാലാണ് നമ്മുടെ പ്രോഗ്രാമൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ നമ്മളവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാറ്റുണ്ട്. അതായത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കാളും കാറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് തണവും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചാർക്കോളും ഇട്ട് കത്തുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ നമ്മൾ എന്താ പറയുക പലകൊക്കെ ഇട്ട് തീ കൂട്ടിയിരുന്നു അല്ലേ. ഇതാണ് കയ്യിലുണ്ട്. പിന്നെ അതൊക്കെ പറയാം നമ്മൾ തീ കൂട്ടിയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്കൊരു മാറിയില്ല. കാരണം എന്താ പറഞ്ഞെടുക്കണം, അത് ആ ബിൽഡിങ്ങിൽ കാണുന്നുണ്ട്. രാവിലെ കാണിച്ചു ആ ബിൽഡിങ്ങിന്റെ പണി നടക്കായിരുന്നു അന്ന്. അപ്പോൾ അത് കാരണം ഈ തട്ട് പൊളിച്ചിട്ട് കുറേ പലകകളുണ്ടായിരുന്നു അല്ലേ. ഞാൻ രാത്രി പോയി എടുത്ത് കഴിഞ്ഞിട്ട് അത് കൊണ്ട് കൂട്ടി അതീ കൂട്ടിയിരുന്നു. അപ്പൊ നമുക്കിനി ഗ്രില്ലിറത് കാണിക്കാം. നമ്മുടെ ഗ്രില്ല് പാത്രത്തില് മണ്ണിട്ട് നിറയ്ക്കാണ്. പറഞ്ഞു സിഗരറ്റോ നമ്മള് മണ്ണിട്ട് നിറയ്ക്കുകയാണ്. നമ്മള് ഹായ് പോയ. അപ്പൊ നമ്മള് ഗ്രില്ലിടുമ്പോ കരി പൊട്ടിക്കുമ്പോ നമ്മളിവിടെ പൊട്ടിക്കും. എന്ത് പോപ്പപ്പ് ആരുടെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് കാറ്റുണ്ട്. നീങ്ങുന്നു കണ്ണീക്ക് കുറച്ച് ബാക്കിലോട്ട് നേർക്ക്. ചേച്ചി ഇവിടെ ഒരു കടല് കുത്തു. ഭാഗ്യം ഈ പാത്രം കിട്ടിയത്. കുറച്ചിട്ടിട്ട് കർപ്പൂരം എടുത്തോ. കർപ്പൂരം
അല്ല മറ്റേ കരിഞ്ഞു പോവും. മതി മതി മതി. കരി ഇടണ ഓക്കെ, കത്തിക്കട്ടെ എല്ലാരെയും അനുവാദത്തോടു കൂടി പിടിച്ച കർപ്പൂരം. ഇനി അതൊക്കെ തുള്ളു ഇവിടെ കിടന്നിട്ടോ, കാരണം കർപ്പൂരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓ മോത്തിയോട് മറിയോ. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. പൊട്ടുന്നവർക്ക് സമ്മാനം. പോയില്ല, കത്തി. പ്രസീത പോരാ, കണലായിട്ടില്ല. ഇവിടെ ഒന്നും ഇല്ല കനല്ലേ? അത് പറഞ്ഞു അവിടെ ഇട്ടാ മതി, സെൻട്രൽ വെച്ചാൽ മതി ഇപ്പൊ തൽക്കാലം. ഇവിടേക്ക് വീശി കൊടുക്ക്. മാത്രല്ലേ വീശി കൊടു. അങ്ങനെ ഗ്രില്ലിടാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോയിട്ടാ പിള്ളേരുടെ കൂടെ, ഞാനും അഖിലും. പിന്നെ അഖിലയുടെ അച്ഛനും അമ്മയും കൂടി ദോശ ചുടാനിരുന്നു, കൂട്ടിന് അജു. ട്രിപ്പിൾ ക്യാമറ എന്താണ് അവിടെ കാര്യം? അങ്ങോട്ട് വീഴ്ച Kamarilum putarangai, sakina
അപ്പൊ നമ്മളവിടെ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടല്ലോ. മുട്ട ഓംപ്ലേറ്റ് അല്ല, ലൈവ് ഓംപ്ലേറ്റ്. ആക്ച്വലി മുളക് ആവശ്യമുള്ളവർക്ക് മാത്രം മുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഞാൻ പിള്ളേർക്ക് വേണ്ട. അത് ഞാൻ പച്ചമുളക് ഇട്ടില്ല. മുട്ട തുറന്നിട്ടില്ല. തട്ടുകട അല്ല പിന്നെ കുരുമുളക് കൊണ്ടുവന്നില്ല കേട്ടോ. അയ്യോ ഞാൻ പച്ചമുളക് എടുക്കുന്ന ജിഷ്ണുവിന് കൊടുത്താ. എനിക്കൊരു ആംപ്ലേറ്റ്. ഡബിൾ ഓംപ്ലേറ്റാ പറഞ്ഞത്. മുളക് വേണ്ടവർക്ക് മാത്രം ഞങ്ങൾ മുളക് വേണ്ട. അപ്പൊ മുളക് ഞങ്ങൾ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കത്തുള്ളൂ. മോഹം കൊണ്ട കുഞ്ഞിൻ ബൊമ്മ കുഞ്ഞിൽ തന്നെ ख्वाबों में छुपाया तुमको, यादों में बसाया तुमको, ख्वाबों में छुपाया तुमको, यादों में बसाया तुमको, मिलोगे हमें तुम जानम कहीं ना कहीं, सोचेंगे तुम्हें प्यार करके नहीं, दिल बेकरार करके नहीं। तुम हो खिलता महका सा कमल, കടുകിട്ടുവാർക്കൊരു കടക്കുന്നു മരിക്കുന്ന കഴിക്കണം. നീ എടുത്തോടി. കുഞ്ഞ് അതാണ് സോസേജ് കൂടെ ഇനി ഒന്നുകൂടെ. ചിക്കനും സോസേജും ഗ്രില്ല് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വെച്ചേ. എണ്ണയൊക്കെ നീ കണ്ടില്ലേ അപ്പൊ അതല്ല ഉപചേട്ടൻ ഇങ്ങോട്ട് പോകുന്നത്. നന്നാക്കാർന്നോടെ രാഹുലേട്ടൻ. മസാല ഉണ്ടാകത്ത്. അയ്യോ
मेरी जिंदगी में तुम बहार बनके आए हो मेरे സാറേ അയ്യേ ആരാ മിക്സ് ചെയ്തത്? ആരാ ഇത് ഉണ്ടാക്കിയത്? ആരാ ഉണ്ടാക്കിയാൽ മുറിയില്ല. ഫ്ലക്കറില്ലേ? ഫ്ലക്കർ എടുത്തിട്ട് വായോ? കയ്യില് അങ്ങനെ കിട്ടുന്നല്ല കിട്ടുമോ? അയ്യോ അങ്ങനെ ഏകദേശം ബാലൻസ് ചെയ്തു. അയ്യോ അങ്ങനെ എടുക്കണോ? അല്ല അതാണ് പറ്റുള്ളൂ. അതേ ഉള്ളൂ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മീൻ വേണ്ടവര് വരിക. മീൻ വേണ്ടവര് വരിക. എങ്ങനെയുണ്ട്? എടുത്തോ. ഞാൻ എടുത്തോളൂ. ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്നത് കുഴപ്പമില്ല. എല്ലാവരും എടുക്കണം. അവരോട് കയ്യിലു കാശി വാ ഓ വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ അയ്യോ ദിലീപ് സോറി ടേസ്റ്റ് ചെയ്യണേ. നോക്കേ ഓ ഷെഫ് അഭിപ്രായം പറയും. അഭിപ്രായം പറയും. പറഞ്ഞാല് അഭിപ്രായം പറഞ്ഞ കുറ്റം വല്ല പറഞ്ഞ അട്ടിച്ച് നിന്റെ കണ്ണു പൊട്ടിക്കുന്നു. വണ്ടിക്ക് സ്വന്തക്കാരൻ എന്റെ ഭാര്യ അതും എന്റെ ഭാര്യ. ദിലീപ് ഒരു പാട്ട് ഇവളെ അത് വിളിക്കാൻ കുറച്ച് പാടുപെടും. ഞാൻ പറഞ്ഞു തരണോ? നമുക്ക് ദിലീപിന്റെ അഭിപ്രായം തീരുമാനം ഈ തവളേനെ എന്ത് വിളിക്കുന്നത്? കൺഫ്യൂസ്ഡായി പോയത്. ഞാൻ ചോദിച്ചു
ഈശ്വരേട്ട ഇവിടെ നിന്ന് പോവരുത്, ഇവിടെ തന്നെ നിൽക്കണം. അടുത്ത ഊഴ നിങ്ങൾക്കുള്ളതാണ്. എന്താ പറയാ, മാരേജ് ഡേറ്റ് ആണ് അതെനിക്കിതാ, അതെന്നെ കെട്ടിയെടുത്ത് ചോദിക്കണം. അടിപൊളി. ഇനി എന്തോ പറയാ, ഇനി രാഹുൽ ഇഷ്ടപ്പെട്ട നിറം അത് മൂഞ്ചി. ബ്ലാക്ക് അത് പിന്നെ അങ്ങനെയല്ല പറയുള്ളൂ, അല്ലെങ്കിൽ തീർന്നു. അജയച്ചിയെ വിളിച്ചിട്ട് മാറിയത് ചോദിച്ചാണത് ഏത് പാട്ടെന്ന്. അതെ, ഇപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ അവർക്ക് ഇതില് നമ്മളെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനോ അങ്ങനെ ഇതില്ല. നമ്മളെല്ലാരും അറിയുന്ന ഫ്രണ്ട്സുകളാണ്. ജനുവരിയിൽ വിരിയും ധാരാളമായി അങ്ങനെ നേരം വെളുത്തു. വെളുപ്പിന് ഒരു 6 മണിക്ക് ആവാറായപ്പോഴാണ് ഞങ്ങൾ ഇന്ന് കറി കയറി കണ്ട് ഒന്ന് കിടുന്നത്. അപ്പോഴേക്കും നേരം വെളുത്ത് വെളിച്ചൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഏറ്റു, കാരണം ഇന്ന് അവിടെ സ്കൂളിലേക്ക് പോകണമല്ലോ. ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ചേട്ടനും ഒപ്പിച്ചേട്ടനൊക്കെ മീൻ പിടിക്കാൻ, കാര്യമായിട്ട് മീനൊന്നും കിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കാലത്തേക്കുള്ള ചായയൊക്കെ തിളപ്പിക്കുകയാണ് ചേച്ചി അജും കൂടി. എന്തിനഭിനയമാണോ എന്തോ എല്ലാരും സാമ്പാർ മാവിന്റെയും അങ്ങനെ കട്ടൻ ചായ ഒക്കെ വെച്ച് കുടിച്ചു. പിന്നെ അവരവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചു. ഇനി ഒരു സൂപ്പ് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒപ്പിച്ചേട്ടൻ കൊണ്ടുവന്ന കുക്കറാണത്, നമ്മുടെ ക്രാബ് കൊണ്ടുവന്ന കുക്കർ. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ സൂപ്പ് വെക്കാൻ പോവാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവാണ് ഗൈസ്. 2 കൂട്ടർ ഇതേ പോയി, ഒരു കൂട്ടർ അതിനേക്കാൾ മുന്നേ പോയി, 3 കൂട്ടർ പോയി. ലാസ്റ്റ് നമ്മളും പോകാൻ പോകണം, ഒക്കെ ഇടയ്ക്ക് പറക്കി. അങ്ങനെ ചേട്ടനുണ്ടാക്കിയ സൂപ്പ് പാളിപ്പോയി ഗൈസ്. ഉപ്പ് കൂടിപ്പോയി ആർക്കും കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതേ പോകാൻ നിൽക്കുകയാണ്. ചേച്ചിയൊക്കെ പോയി കേട്ടോ, ആരും സൂപ്പൊന്നും കഴിക്കാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരൊക്കെ പോയി. ഇപ്പം ഞങ്ങൾ മാത്രമായി, ഞങ്ങളും ഓബിച്ചേട്ടനും മാത്രമുണ്ട് ഇപ്പോൾ. പക്ഷേ ഇത് കുടിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഭയങ്കര ഉപ്പ് കുറയാൻ വേണ്ടി ബ്രെഡൊക്കെ എടുത്തിട്ടത്, എന്നിട്ടും കാര്യം ഉണ്ടായില്ല, സൂപ്പ് പാളിപ്പോയി. ഇപ്പം എല്ലാവരും പോയി, നമ്മളും ഓബിച്ചേട്ടനും മാത്രമേ സൂപ്പ് വയ്ക്കാൻ നിന്ന കാരണമാണ് അവരൊന്നും സൂപ്പ് കുടിക്കാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടിയും നമ്മുടെ കുറച്ച് സാധനങ്ങളും വേസ്റ്റും സാധനങ്ങളൊക്കെ ഉള്ളു. ആ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം കണ്ടു വന്നപ്പോൾ എന്താ പറയുക, വാർത്ത് നല്ല തട്ടടിച്ച് തട്ട് മാറ്റിയിട്ടൊക്കെയായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ പണിയും കഴിഞ്ഞു സെറ്റായി. നമുക്ക് ഇന്ന് ചൂണ്ടിട്ട് കിട്ടിയ മീനുകളാണത്. ചെറുതുണ്ട് വലുതുണ്ട്. പേര് പറഞ്ഞ ചേട്ടാ ഐറ്റങ്ങളൊക്കെ ഇതിപ്പോൾ എന്തിനിപ്പോൾ ഇങ്ങനെ പരത്തി വയ്ക്കണേ? എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുന്നത് നല്ല രസമാണ് കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുണ്ടോ, ബന്ധു വീടുകളിൽ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ അധികം ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇവിടെയുള്ളത് ഇങ്ങനത്തെ പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒത്തുകൂടും, ഇങ്ങനെ മുടക്കമൊക്കെ കിട്ടുമ്പോൾ. എന്താ പറയുക, മറക്കാൻ പറ്റാത്ത നല്ല നിമിഷങ്ങളായിരിക്കും അതൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും. ഇതിപ്പോൾ ഞങ്ങൾ ദൈവം അപ്ലോഡ് ചെയ്യുകയാണ്.
എന്നെന്നും ഓർക്കാനുള്ള ഇങ്ങനത്തെ നല്ല ഓർമ്മകൾ നമുക്കെന്നും ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒത്തുകൂടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇനിയും ലീവ് വരുമ്പോൾ ഞങ്ങളിതുപോലെ ഒത്തുകൂടും. അപ്പോൾ ഇന്ന് വാവയുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോകണം, വീട്ടിൽ ചെന്ന് റെഡി ആയിട്ട് വേണം ഇനി പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത ദിവസം പുതിയ വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.